നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പുരാതനമായ എന്നാൽ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് ഒരുപക്ഷേ ഏറ്റവും ആവശ്യമുള്ള ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ശ്യാമന്റെ യാത്ര. ഇതൊരു കെട്ടുകഥയല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയെല്ലാം ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു കണ്ണാടിയാണ്. നമ്മുടെ മാനസികമായ മുറിവുകൾ ഉണക്കാനും ജീവിതത്തിലൊരു അർത്ഥം കണ്ടെത്താനുമൊക്കെയുള്ളൊരു ശക്തമായ വഴികാട്ടിയാണ്. ഈയൊരു വാചകം കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? മനുഷ്യന്റെ ഭക്ഷണം ആത്മാക്കളാണ്. വളരെ വിചിത്രമായി തോന്നാമല്ലേ? ഒരു എസ്കിമോ ഷാമന്റെ ഈ വാക്കുകൾ നമ്മൾ ലോകത്തെ കാണുന്ന രീതിയെ തന്നെ തലകീഴായി മറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അപ്പോൾ ഈയൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടങ്ങാം. ഷാമനിസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഒരുതരം മന്ത്രവാദം അങ്ങനെയൊക്കെയല്ലേ? പക്ഷെ സത്യം അതല്ല. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ചികിത്സാരീതിയാണ്. മനസ്സിനെ സുഖപ്പെടുത്തുന്ന ഒരു രീതി. യാഥാർത്ഥ്യത്തെ നമ്മൾ കാണുന്നതിനപ്പുറം പല തലങ്ങളിൽ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു മാർഗം. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്നത്തെ സൈക്കോതെറാപ്പിയുടെ ഒരു പഴയ രൂപമെന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോ ഒരാൾ എങ്ങനെയാണ് ഒരു ഷാമനാകുന്നത്? അതൊരു കോഴ്സിന് ചേരുന്നത് പോലെയോ ജോലിക്ക് അപേക്ഷിക്കുന്നത് പോലെയോ അല്ല. മിക്കപ്പോഴും ആ യാത്ര തുടങ്ങുന്നത് ജീവിതത്തിലെ വളരെ വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്നായിരിക്കും. ചിലപ്പോൾ താങ്ങാനാവാത്ത ഒരു ദുരന്തം, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു രോഗം, അതുമല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു മാനസിക സംഘർഷം. ശരിക്കും പറഞ്ഞാൽ അതൊരു വിളിയാണ്, മാറാനുള്ള സമയമായി എന്ന് ഓർമ്മിപ്പിക്കുന്ന ആത്മാവിന്റെ ഒരു നിലവിളിയാണ്. പണ്ടുകാലത്തെ ശാമനുകൾ ആത്മനഷ്ടമെന്ന് വിളിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഒരു ഭാഗം അങ്ങ് നഷ്ടപ്പെട്ടു പോയതുപോലൊരു ഫീലിംഗ്. ഇത് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായി തോന്നാമെങ്കിലും ഇന്ന് നമുക്കിത് വളരെ സുപരിചിതമാണ്. നമ്മളിതിനെ ഡിപ്രഷൻ, ആൻസൈറ്റി, ഒന്നിനുമൊരു എനർജിയില്ലാത്ത അവസ്ഥ, ഉള്ളിലൊരു ശൂന്യത എന്നൊക്കെ പറയും. പേരുകൾ മാറിയെന്നേയുള്ളൂ, അനുഭവം ഒന്നു തന്നെയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രശസ്ത സൈക്കോളജിസ്റ്റായ കാൾ യുങ് പറയുന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ബുദ്ധിക്കും ശാസ്ത്രത്തിനും അമിതമായ പ്രാധാന്യം കൊടുത്തു. ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ഉള്ളിലെ ആത്മീയമായ അബോധപരമായ ഒരു വശത്തെ നമ്മൾ മറന്നുപോയി. ഈയൊരു ബാലൻസ് ഇല്ലായ്മയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ അർത്ഥമില്ലായ്മയ്ക്കൊരു പ്രധാന കാരണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ ഒരു അവസാനമായി കാണരുത്. ഷാമനിസത്തിന്റെ കാഴ്ചപ്പാടിൽ അതൊരു തുടക്കമാണ്. സ്വന്തം മുറിവുകൾ ഉണക്കാനും ആ അനുഭവ സമ്പത്ത് വെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവുള്ള ഒരാളായി മാറാനുമുള്ള ഒരു യാത്രയുടെ തുടക്കം. ഉള്ളിന്റെ ഉള്ളിലേക്കുള്ള ഒരു സാഹസിക യാത്രയ്ക്കുള്ള ക്ഷണമാണത്. ആ പ്രതിസന്ധി ഒരു തുടക്കം മാത്രമാണ്. യാത്രയിലെ ഏറ്റവും കഠിനമായ ഭാഗം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനെ നമുക്ക് ഇരുട്ടിലേക്കുള്ള ഇറക്കം എന്ന് വിളിക്കാം. ഇവിടെയാണ് ശരിക്കുള്ള മാറ്റം സംഭവിക്കുന്നത്. ഒറ്റയ്ക്ക് നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക്, നമ്മൾ ഒഴിപ്പിച്ചു വെച്ചതും നമ്മൾ ഭയക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് നടത്തുന്നൊരു യാത്രയാണിത്. ഈ യാത്രയിൽ പ്രധാനമായും 3 പരീക്ഷണങ്ങളുണ്ട്. ആദ്യം ഏകാന്തത. ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി നമ്മളെ തന്നെ കേൾക്കാൻ തുടങ്ങുന്ന നിമിഷം. 2 നമ്മുടെ ഉള്ളിലെ നിഴലിനെ നേരിടുക. അതായത് നമ്മൾ അംഗീകരിക്കാൻ മടിക്കുന്ന നമ്മുടെ തന്നെ മോശം വശങ്ങളെ, നമ്മുടെ ഭയങ്ങളെയൊക്കെ മുഖാമുഖം കാണുക. അവസാനം ഒരു പ്രതീകാത്മക മരണം. പഴയ ഞാൻ മരിച്ച് പുതിയൊരാളായി പുനർജനിക്കുന്നൊരു പ്രക്രിയ. ഇത് വളരെ വേദനാജനകമാണ്, പക്ഷെ സ്വയം അറിയാൻ ഇത് അത്യാവശ്യമാണ്. ഈ ഇരുണ്ട യാത്രയുടെ കാതൽ എന്താണെന്നറിയണോ? ഒരുപക്ഷേ ഈ ചെറോക്കി പഴമൊഴിയിൽ എല്ലാമുണ്ട്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു പോരാട്ടം നടക്കുന്നുണ്ട്, നന്മയും തിന്മയും തമ്മിൽ. ഏത് ജയിക്കും? നമ്മൾ ഏതിനാണ് കൂടുതൽ ശ്രദ്ധയും ഊർജവും കൊടുക്കുന്നത് അത് ജയിക്കും. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളെ നമ്മളാക്കുന്നത് എന്ന വലിയ സത്യം. പക്ഷേ ഷാമനിസത്തിന്റെ കാഴ്ചപ്പാട് ഇതിലും ഒരു പടി മുകളിലാണ്. ഒരു ചെന്നായെ തോൽപ്പിച്ച് മറ്റൊന്നിനെ വിജയിപ്പിക്കുന്നതല്ല അവിടെ കാര്യം. കാരണം നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ നമ്മൾ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നോ അത്രത്തോളം അത് ശക്തമാകും. പകരം നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെയും ഇരുട്ടിനെയും ഒരുപോലെ അംഗീകരിക്കുക, രണ്ടിനും ഭക്ഷണം കൊടുക്കുക. അപ്പോഴാണ് ആ പോരാട്ടം അവസാനിക്കുന്നതും യഥാർത്ഥ സമാധാനവും പൂർണ്ണതയും നമ്മൾ അറിയുന്നതും. ആഴത്തിലുള്ള ആ ഇരുട്ടിൽ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ്. മുകളിലേക്കുള്ള യാത്ര. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതുപോലെ പുതിയൊരു ബോധത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ഇതാണ് പൂർണ്ണതയിലേക്കുള്ള ആരോഹണം. ഷാമനിസം പ്രപഞ്ചത്തെ 3 ലോകങ്ങളായിട്ടാണ് കാണുന്നത്. ഒന്ന്, നമ്മളെല്ലാം ജീവിക്കുന്ന ഈ സാധാരണ ലോകം അഥവാ മധ്യലോകം. ഇതിന് താഴെയാണ് പാതാളം, നമ്മുടെ അബോധമനസ്സിന്റെയും ഓർമ്മകളുടെയും നിഴലുകളുടെയും ലോകം.
ഏറ്റവും മുകളിൽ ആകാശലോകം, ഉയർന്ന ബോധത്തിന്റെയും ജ്ഞാനത്തിന്റെയുമൊക്കെ ഇടം. നമ്മൾ സാധാരണക്കാർ ഈ നടുക്കുള്ള ലോകത്ത് മാത്രം ജീവിക്കുമ്പോൾ ഒരു ശ്യാമന് ഈ 3 ലോകങ്ങളിലൂടെയും ബോധപൂർവം സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോ ഈ 3 ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? അവിടെയാണ് ലോകവൃക്ഷം എന്ന സങ്കല്പം വരുന്നത്. ഇതിന്റെ വേരുകൾ പാതാളത്തിലേക്കും ശിഖരങ്ങൾ ആകാശത്തിലേക്കും നീണ്ടുനിൽക്കുന്നു. ജീവിതത്തെയും മരണത്തെയും ദൈവികതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോസ്മിക് ഗോവണിയാണിത്. കാൾ യുങ്ങിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ ആശയം കൂടുതൽ വ്യക്തമാകും. വേരുകൾ നരകത്തിലേക്ക് പോകാതെ ഒരു മരത്തിനും സ്വർഗത്തിലേക്ക് വളരാനാവില്ല. അതായത് ഉയരങ്ങൾ കീഴടക്കണമെങ്കിൽ ആദ്യം ആഴങ്ങളെ അറിയണം. ഇരുട്ടിലേക്കുള്ള ആ ഇറക്കമില്ലാതെ പൂർണ്ണതയിലേക്കുള്ള ഒരു ആരോഹണമില്ല. ആകാശലോകത്തേക്കുള്ള ഈ യാത്രയുടെ അവസാനത്തെ നമുക്ക് മനസ്സിന്റെ സോളറൈസേഷൻ എന്ന് പറയാം. സൂര്യനെപ്പോലെ സ്വയം പ്രകാശിക്കുന്ന അനശ്വരമായ ഒരു പുതിയ ബോധാവസ്ഥയിലേക്ക് ഉണരുന്ന ഒരവസ്ഥ. അവിടെ വ്യക്തിപരമായ ഞാൻ എന്ന ചിന്തയൊക്കെ അലിഞ്ഞില്ലാതായി പ്രപഞ്ചബോധത്തിന്റെ ഭാഗമായി മാറുന്ന ഒരുതരം അനുഭവം. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. സത്യം പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തുടങ്ങുന്നതേയുള്ളൂ. കാരണം ഈ യാത്രയൊന്നും സ്വന്തം കാര്യം നോക്കി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാനല്ല. നേടിയെടുത്ത അറിവും കഴിവും കൊണ്ട് സ്വന്തം സമൂഹത്തിലേക്ക് തിരികെ വന്ന് മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് യഥാർത്ഥ ലക്ഷ്യം. പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, മുറിവേറ്റ വൈദ്യനെ മാത്രമേ സുഖപ്പെടുത്താൻ കഴിയൂവെന്ന്. ഇതാണ് ശ്യാമന്റെ ഏറ്റവും വലിയ ശക്തിയുടെ രഹസ്യം. സ്വന്തം വേദനയുടെയും സഹനത്തിന്റെയും ഇരുട്ടിന്റെയും ആഴം അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ വേദന പൂർണ്ണമായി മനസ്സിലാക്കാനും അവരെ ശരിക്കും സഹായിക്കാനും സാധിക്കൂ. അതിനർത്ഥം യഥാർത്ഥ രോഗശാന്തിക്കുള്ള കഴിവ് വരുന്നത് പുസ്തകങ്ങളിൽ നിന്നോ അറിവിൽ നിന്നോ മാത്രമല്ല, സ്വന്തം അനുഭവങ്ങളിൽ നിന്നും മുറിവുകളിൽ നിന്നുമാണ്. സ്വന്തം മുറിവുണക്കുമ്പോൾ കിട്ടുന്ന ആ ഉൾക്കാഴ്ചയും സഹാനുഭൂതിയും, അതാണ് മറ്റൊരാളുടെ മുറിവുണക്കാനുള്ള ഏറ്റവും വലിയ ഉപകരണം. ഇവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വരുന്നത്. പുരാതന കാലത്തെ ഷാമനും ഇന്നത്തെ ഒരു സൈക്കോതെറാപ്പിസ്റ്റും തമ്മിലുള്ള സാമ്യം നോക്കൂ. ഷാമൻ നഷ്ടപ്പെട്ട ആത്മാവിനെ തേടി പാതാളത്തിലേക്ക് പോകുമ്പോൾ തെറാപ്പിസ്റ്റ് രോഗിയുടെ അബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് മറന്നുപോയ ഓർമ്മകളെയും വിഷമങ്ങളെയും പുറത്തുകൊണ്ടുവരുന്നു. രീതികളും കാലവും വേറെയാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെ, വിഘടിച്ചുപോയ മനസ്സിനെ വീണ്ടും ഒന്നാക്കി പൂർണ്ണതയിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത്രയേറെ കഷ്ടപ്പെട്ടും വേദനിച്ചും കടന്നുപോകുന്ന ഈ യാത്ര, അത് സ്വന്തം മോക്ഷത്തിനോ ജ്ഞാനോദയത്തിനോ വേണ്ടിയുള്ള ഒന്നല്ല. അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഒന്നേയുള്ളൂ: സമൂഹം. സ്വന്തം അനുഭവങ്ങളെ ഊർജ്ജമാക്കി മാറ്റി മറ്റുള്ളവരുടെ വേദന മാറ്റുന്ന ഒരു നിസ്വാർത്ഥ സേവനം. ഈ പുരാതന ആശയങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. വിഷാദവും ഉത്കണ്ഠയും ഒറ്റപ്പെടലും കൊണ്ട് നിറഞ്ഞ നമ്മുടെ പുതിയ ലോകത്ത് നമ്മുടെ എല്ലാവരുടെയും ആത്മാവിനേറ്റ മുറിവുകൾ ഉണക്കാൻ ആരാണ് മുന്നോട്ട് വരിക? ഈ ശ്യാമന്റെ വഴി തിരഞ്ഞെടുക്കാൻ, സ്വന്തം ഇരുട്ടിലേക്കിറങ്ങിച്ചെന്ന് വെളിച്ചം കണ്ടെത്താനും ആ വെളിച്ചം മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാനും ഇന്നാരെങ്കിലും തയ്യാറുണ്ടോ? ഈ ചോദ്യം നിങ്ങൾക്കായി വിടുന്നു. നന്ദി.